Hi dears, welcome back to our physics class. We are discussing with our third chapter, motions and laws of motion. In this chapter, we are discussing with Newton's first, second and third laws of motion. We already discussed first and second laws. Today, we are going to take the application of second law, that is the topic is impulse. ഇമ്പൾസ് എന്ന സെക്കൻഡ് ലോന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് ഇമ്പൾസുമായി റിലേറ്റ് ചെയ്ത് വരുന്നതുണ്ട്. ഫസ്റ്റ് നമുക്ക് ആ സിറ്റുവേഷൻസ് എന്താണെന്ന് പറയാം, എന്നിട്ട് എന്താണ് ഇമ്പൾസ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ള സിറ്റുവേഷൻ നോക്കൂ. എന്താണ്? ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ഈ ക്യാച്ച് ചെയ്യുന്ന ആളെന്ത് ചെയ്യും? അത് ക്യാച്ച് ചെയ്തിട്ട് ഒന്നും കൊണ്ട് ബാക്കിലേക്ക് അവരെ കൈ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ? ഒന്ന് ബാക്കിലേക്ക് അവരെ ഹാൻഡ് മൂവ് ചെയ്യിക്കുന്നതായിട്ട് കാണാൻ കഴിയും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതിന്റെ ആൻസർ ആണ് നമ്മൾ ഇമ്പൾസ് എന്ന ടോപ്പിക്കിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടോ, ഇതിനെ നമ്മൾ പോൾ വോൾട്ട് ജമ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ പോൾ വോൾട്ട് ജമ്പിന്റെ സമയത്ത് ഇവര് ചാടുന്നത് ഫോം ബെഡിലേക്കാണ്. അതായത് ഫോം ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അതിലേക്ക് വീണ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പൊതുങ്ങുമല്ലോ, അങ്ങനത്തെ ബെഡാണ് ഫോം ബെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഈ ജമ്പിങ് ചെയ്യുന്നവർ ഇങ്ങനത്തെ ബെഡിലേക്ക് ചാടുന്നത്? എന്തിനാണ്? അതും നമ്മൾ ഇമ്പൾസ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, നമ്മളെ വീട്ടില് ഗ്ലാസ്, ഇപ്പോൾ ഗ്ലാസിന്റെ എന്ത് കൊണ്ടാ, പ്ലേറ്റോ അല്ലെങ്കിൽ ഗ്ലാസിന്റെ ഗ്ലാസോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വാച്ച്, ഇങ്ങനെ ഗ്ലാസിന്റെ എന്ത് കൊണ്ടുവരാണെങ്കിലും അതിനകത്തൊരു സ്പോഞ്ച് അല്ലെങ്കിൽ ഒരു പേപ്പർ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? എന്തിനാണ് ഇങ്ങനെ ഗ്ലാസ് വെയേഴ്സ് പാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ സ്പോഞ്ച് പോലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്? അതുപോലെ തന്നെ കരാട്ട എക്സ്പേർട്ട് എന്ത് ചെയ്യും അല്ലേ, ഇപ്പൊ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബ്രിക്സ് ഒക്കെ ചോപ്പ് ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? സ്പീഡിൽ പെട്ടെന്ന് അവരെ ഹാൻഡ് മൂവ് ചെയ്യിക്കും. എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? യെസ്, ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇമ്പൾസ് എന്ന ഒരു ടേമിന്റെ ബേസിലാണ്. അപ്പൊ നമുക്ക് ഇമ്പൾസ് എന്താണെന്ന് നോക്കാം. Impulse means a force, that is, impulsive force is a very large force acting for a very short time. ഒരു കുറഞ്ഞ സമയത്തേക്ക് ആക്ട് ചെയ്യുന്ന ഒരു വലിയ ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പൾസ് ഓർ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇമ്പൾസ് ഓഫ് ഫോഴ്സ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. അപ്പൊ ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് മീൻസ് എന്താണ്? ഇമ്പൾസ് ഈക്വൽസ് ഫോഴ്സ് ഇൻറ്റു ടൈം. ആണെങ്കിൽ ഇമ്പൾസിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിന്റെ യൂണിറ്റ് ഇൻറ്റു ടൈമിന്റെ യൂണിറ്റ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ടൈമിന്റെ സെക്കൻഡ് ആണ്. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് ആണ് ഇമ്പൾസിന്റെ യൂണിറ്റ്. സെക്കൻഡ് ലോയില് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് ഈക്വൽ ആണ് അല്ലെ? അപ്പൊ നമുക്കിവിടെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ മാസ്, വെലോസിറ്റി ആൻഡ് ടൈം based on second law of motion when a force is applied will be F is equal to m into v minus u by t. Okay, then impulse equal to F into t. അപ്പൊ ഇമ്പൾസ് ഫോഴ്സ് ഇൻറ്റു ടൈം ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, തൊട്ടു മുന്നേ നമ്മൾ എഫിനുള്ള ഇക്വേഷൻ പറഞ്ഞു. ഈ ഇക്വേഷൻ ഇമ്പൾസിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അതായത് എഫിന് പകരം എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് കൊടുത്തു. അപ്പൊ എഫ് ഇൻറ്റു ടിയില് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ഇൻറ്റു ടി. ഓക്കെ, ഈ ടിയും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്തു പോവും. സോ എം ഇൻറ്റു വി മൈനസ് യു എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
mv minus mu. That is impulse equal to mv minus mu. എന്താണ് mv minus mu? Yes, changing momentum. That is final momentum minus initial momentum ആണ് mv minus mu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ചേഞ്ച് ഇൻ മൊമെന്റം. ഈ ഒരു റിലേഷനെ നമ്മൾ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. അതായത് ഈ പ്രിൻസിപ്പിൾ പറയുന്നത് എ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് എൻ ഒബ്ജെക്ട് ഈസ് ഈക്വൽ ടു ദ ഇമ്പൾസ് എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ്. അതായത് എന്താണ്, ഒരു ഒബ്ജക്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇമ്പൾസിന് ഈക്വൽ ആയിരിക്കും. സെയിം ചേഞ്ച് ഇൻ മൊമെന്റം ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ ഫോഴ്സിന്റെയും ടൈമിന്റെയും റേഷ്യോ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് അങ്ങനത്തെ കേസുകളിൽ ചേഞ്ച് ഇൻ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആയി മാറുന്നു. അതായത് ഇമ്പൾസ് ഈക്വൽസ് ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്, ഈക്വൽസ് ചേഞ്ച് ഓഫ് മൊമെന്റം. എഫ് ഇൻറ്റു ടി ഈക്വൽസ് എ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് എഫ് പ്രൊപ്പോർഷണൽ ടു 1/t. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എഫ് പ്രൊപ്പോർഷണൽ ടു 1/t, അതായത് എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ടിക്ക് എന്നാണ് മീനിങ്. അതായത് ടൈം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും, ടൈം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതായത് ഓപ്പോസിറ്റ് ആണ് ഫോഴ്സും ടൈമും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് when the change of momentum is a constant, the force acting on a body will be inversely proportional to the time taken. Change in momentum constant ആയിരുന്നാൽ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഫോഴ്സ് ആക്ട് ചെയ്യാൻ എടുത്തിട്ടുള്ള ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീത അനുപാതത്തിലാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള 4 സിറ്റുവേഷൻസ് ഇതിന്റെ ബേസിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ്, അറ്റ് ദ ടൈം ഓഫ് കാച്ചിങ് എ ക്രിക്കറ്റ് ബോൾ, ദ ടൈം ഓഫ് കാച്ചിങ് ഈസ് എക്സ്റ്റെൻഡഡ് ബൈ മൂവിങ് ദ ഹാൻഡ് ബാക്ക്വേർഡ് വിത്ത് ദ ബോൾ. ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോളിനോട് കൂടി തന്നെ നമ്മുടെ ഹാൻഡ് ബാക്കിലേക്ക് മൂവ് ചെയ്യിക്കുന്നു അല്ലേ. അതായത് ഇവിടെ നമുക്കറിയാം, ഇങ്ങനെ ഈ ഒരു ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാൻഡിന് നന്നായിട്ട് പെയിൻ എക്സ്പീരിയൻസ് ചെയ്യും, വേദന എക്സ്പീരിയൻസ് ചെയ്യും അല്ലേ. അപ്പം ഈ ഒരു വേദന അല്ലെങ്കിൽ പെയിന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇത് കൈ ബാക്കിലേക്ക് വലിക്കുന്നത്. അതായത് ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്, ടൈം കൂട്ടുകയാണ്. ക്യാച്ച് ചെയ്തിട്ടുള്ള ആ ടൈം ബാക്കിലേക്ക് വലിച്ചിട്ട് ആ കാച്ചിങ്ങിന്റെ ടൈം കൂട്ടുകയാണ്. അപ്പൊ ടൈം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫോഴ്സ് കുറയും അല്ലേ. അതാണല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ഫോഴ്സും ടൈമും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പൊ ഇവിടെ ടൈം കൂട്ടിയിട്ട് ഫോഴ്സ് കുറയുമ്പോൾ ഹാൻഡിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന പെയിൻ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ആ പെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈ ബാക്കിലേക്ക് വലിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് പോൾ വോൾട്ട് ജമ്പിൽ സംഭവിക്കുന്നത്. അതായത് ഈ ഫോം ബെഡിലേക്ക് ആണ് അവർ ജമ്പ് ചെയ്തിട്ട് ചാടുന്നത് അല്ലേ. അപ്പോൾ ഈ അങ്ങനെ ഫോം ബെഡിലേക്ക് അവർ ജമ്പ് ചെയ്ത് വരുന്ന സമയത്ത് അവിടെയും ഇതുപോലെ ആ ഒരു ടൈം ഇൻക്രീസ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ടൈം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ഫോഴ്സിലാണ് ഇവർ വന്ന് ചാടുന്നത് അല്ലേ. അപ്പോൾ ടൈം അവിടെ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ അവർ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ലേ. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ടൈം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അവർ റെസ്റ്റിലേക്ക് വരാനുള്ള ആ ടൈം അവിടെ ഇൻക്രീസ് ചെയ്യിക്കുകയാണ്.
ഇപ്പം ടൈം ഇൻക്രീസ് ചെയ്യിക്കുമ്പോൾ എന്ത് ചെയ്യും, ഫോഴ്സ് റെഡ്യൂസ് ചെയ്യും. ഫോഴ്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ആ ഫോഴ്സിന്റെ ഇമ്പാക്റ്റ് കുറയും, അതായത് പെയിന് കുറയും. പെട്ടെന്ന് വന്ന് ചാടിക്കഴിഞ്ഞാൽ നല്ല പെയിൻ ആയിരിക്കുമല്ലോ അല്ലെ, അതായത് നല്ല ഫോഴ്സിൽ വന്ന് ചാടുന്നതുകൊണ്ട് നല്ല പെയിൻ ആയിരിക്കും. ഈ പെയിന് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോം ബെഡിൽ വന്ന് ചാടുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിറ്റുവേഷൻ or sponges are used while packing glasswares. This helps to avoid breaking of glasswares due to collision. അതായത് ഈ ഗ്ലാസ് വെയേഴ്സ് ഒക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് സ്പോഞ്ചസ് അല്ലെങ്കിൽ തുണ്ട് കഷ്ണങ്ങൾ നമ്മൾ വെക്കുന്നത് എന്തിനാണ്, ഈ ഗ്ലാസ് വെയേഴ്സ് തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇമ്പൾസിന്റെ കേസിൽ അല്ലെങ്കിൽ ഫോഴ്സും ടൈമും റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ 2 ഗ്ലാസ് വെയേഴ്സ് എടുക്കുക. അപ്പോൾ ഈ 2 ഗ്ലാസ് വെയേഴ്സുകൾ തമ്മിൽ അവയ്ക്കിടയിലാണല്ലോ നമ്മളൊരു സ്പോഞ്ചോ അല്ലെങ്കിൽ ഹയോ വെക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് 2 എണ്ണം തമ്മിലുള്ള കോണ്ടാക്റ്റ് ടൈം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഇടയിൽ സ്പോഞ്ച് ഉള്ളത് കൊണ്ട് 2 ഗ്ലാസ് വെയേഴ്സ് തമ്മിലുള്ള കോണ്ടാക്റ്റിന്റെ ടൈം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ടൈം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫോഴ്സ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഫോഴ്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ബ്രേക്കിങ്ങിന്റെ ചാൻസ് കുറയും. ഓക്കെ, അപ്പോൾ അതാണ് അങ്ങനെ നമ്മൾ സ്പോഞ്ചസ് യൂസ് ചെയ്യാൻ കാരണം. Karate expert move their hand with a great speed to chop strong bricks. ഈ കരാട്ടെ എക്സ്പേർട്ട് ഒക്കെ അവരെ കൈക്ക് പെട്ടെന്ന് മൂവ് ചെയ്യിക്കും അല്ലെ, ഭയങ്കര സ്പീഡിൽ പെട്ടെന്ന് മൂവ് ചെയ്യിച്ചിട്ടാണ് എന്താണ് സ്ട്രോങ് ബ്രിക്സ് ചോപ്പ് ചെയ്യുന്നത് അല്ലെ. അതായത് ബ്രിക്സ് ചോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെട്ടി മാറ്റുക, അതായത് തെന്നി മാറ്റുന്നത്. ഇവരങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ ഭയങ്കര സ്പീഡിൽ ചെയ്യാന്ന് പറഞ്ഞാല് ഇവിടെ ഫോഴ്സ് കൂടുതലാണ് അല്ലെ. അപ്പൊ ഫോഴ്സ് കൂടി കഴിഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ ടൈം കുറവാണെന്ന് അല്ലേ അർത്ഥം. ഫോഴ്സ് കൂടി കഴിഞ്ഞാൽ, ഫോഴ്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ടൈം ഡിക്രീസിങ്ങിലാണ് എന്നാണ് മീനിങ്. അപ്പൊ എന്താണ്, ടൈം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് ചെയ്യാനും കഴിയും, ഫോഴ്സ് കൂട്ടാനും കഴിയും, പെട്ടെന്ന് ചോപ്പ് ചെയ്യാനും കഴിയും. ഓക്കെ, ഇമ്പൾസ് എന്താണെന്നും അത് കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ ഫോർമുല എന്താണെന്നും അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ന്യൂട്ടന്റെ 3rd ലോ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.